തിരുവനന്തപുരം ഒന്ന് പോകാം. ഹരികൃഷ്ണനോട് തയ്യാറായി നിൽക്കുന്നുണ്ട്. ഹരികൃഷ്ണൻ, അവിടെ കാര്യറ്റിലൊക്കെയാണെന്ന് തോന്നുന്നു സംഘർഷാവസ്ഥ കൂടുതലായി ഉണ്ടായത്. പരുക്കുണ്ടോ കാര്യമായ ആർക്കെങ്കിലും? നെയ്യാറ്റിൻകര, പാറശാല ഒക്കെ സംഘർഷമായി അല്ലേ ഹരി? പ്രജിൻ, വിജയകുമാർ, ഈ തിരുവനന്തപുരത്തും ഈ തരത്തിൽ കൊട്ടിക്കലേശത്തിന്റെ ആവേശത്തിനിടയിൽ സംഘർഷം ഉണ്ടായി എന്നുള്ളതാണ്. നേരിയ തോതിലാണ് സംഘർഷം ഉണ്ടായത്. പക്ഷേ ഈ സംഭവത്തിൽ 2 കോൺഗ്രസ് പ്രവർത്തകർക്ക് ഇത്തരത്തിൽ മർദ്ദനമേറ്റു എന്നുള്ളതാണ്. CPM പ്രവർത്തകരുടെ ഭാഗത്തു നിന്നാണ് ഇത്തരത്തിലൊരു മർദ്ദനമേറ്റത്. ഈ സംഭവം എന്ന് പറയുന്നത് ഈ വെഞ്ഞാറമൂടി കാരറ്റ് ഭാഗത്ത് ഈ 2 പാർട്ടികളുടെയും കൊട്ടിക്കലാശത്തിനിടയിൽ ഈ കോൺഗ്രസിന്റെ പ്രചരണ വാഹനത്തിന്റെ ഗ്ലാസ് തകർത്തു എന്ന് ആരോപിച്ചാണ് ഈ സംഘർഷം ഉണ്ടായത്. പിന്നീട് ഈ കോൺഗ്രസ് CPM പ്രവർത്തകർ തമ്മിൽ വാക്കേറ്റമായി അത് പിന്നീട് സംഘർഷത്തിലേക്ക് കലാശിക്കുകയായിരുന്നു. ഇതിൽ എന്തായാലും 2 പേർക്ക്, 2 കോൺഗ്രസ് പ്രവർത്തകർക്ക് മർദ്ദനമേറ്റിട്ടുണ്ടെന്നുള്ളതാണ്. കുറ്റുമേട് സ്വദേശി ആകാശ്, അതേപോലെ തന്നെ പേടികുള സ്വദേശി അമൃതപ്രസാദ് എന്നീ 2 പ്രവർത്തകർക്കാണ് ഈ തരത്തിൽ മർദ്ദനമേറ്റിട്ടുള്ളത്. ഈ സ്ഥലത്ത് ഈ സംഘർഷ സാധ്യത കണക്കിലെടുത്ത പോലീസ് പിക്കറ്റിംഗ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതിന് ഈ നെയ്യാറ്റിൻകരയിലും പാറശാലയിലും ഒക്കെ ഇത്തരത്തിൽ തലസ്ഥാനത്ത് നേരിയ തോതിൽ ഈ കൊട്ടിക്കലാശത്തിനിടയിൽ സംഘർഷം ഉണ്ടായിട്ടുമുണ്ട്. പക്ഷേ കാര്യമായ അത്തരത്തിൽ പരിക്കൊന്നും ഉണ്ടായിട്ടില്ല. അത് മാത്രവുമല്ല, ഈ നെയ്യാറ്റിൻകരയിൽ KSRTC ബസ്സിന്റെ കേടുപാടുകളൊക്കെ സംഭവിച്ചിട്ടുണ്ട് ഈ കൊട്ടിക്കലാശത്തിനിടയിൽ. അവിടെയും ഇത്തരത്തിൽ BJP LDF നേരിയ തോതിൽ സംഘർഷം ഉണ്ടായിട്ടുണ്ട്. അവിടെയും പ്രവർത്തകർക്ക് ചെറിയ തോതിൽ പരിക്കേറ്റിട്ടുണ്ട്. പക്ഷേ കാര്യമായ പരിക്കുകളൊന്നും ഇല്ലാതെ തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിജയകുമാർ, പ്രജിൻ. തിരുവനന്തപുരത്ത് പല